ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമുക്കൊരു ചോറ്റുപാത്രം സെറ്റാക്കിയാലോ. കഴിഞ്ഞ ദിവസമൊക്കെ എനിക്ക് ഡ്യൂട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഹസ്ബൻഡാണ് കുക്ക് ചെയ്തത്. ആളെനിക്ക് ബിരിയാണിയൊക്കെ വെച്ച് തന്നു. അപ്പോൾ ഇന്ന് ഒരു ചോറ്റുപാത്രം സെറ്റാക്കി അങ്ങോട്ട് കൊടുക്കാമെന്ന് ഓർത്തു. ഞാൻ വൻപയറൊക്കെ നേരത്തെ ഇതാ വെള്ളത്തിലിട്ട് വെച്ച് സെറ്റാക്കി വന്നിട്ടുണ്ട്. പിന്നെ ഇത് ബിരിയാണിയുടെ കുറച്ച് ബാക്കി ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഇതും ചൂടാക്കി കഴിക്കാമെന്ന് ഓർത്തു. അങ്ങനെ ഞാൻ വൻപയർ ഒരു കുക്കറിൽ വെച്ചിട്ടുണ്ട് വേവിക്കാൻ വേണ്ടിയിട്ട്. ഇത് എൻ്റെ ഹസ്ബൻഡ് വെച്ച സാമ്പാറാണ്. ഇതങ്ങോട്ട് സെറ്റായില്ല. അപ്പോൾ ഞാനോർത്ത് കുറച്ച് സ്പിനാച്ചൊക്കെ ആഡ് ചെയ്ത് ഒന്ന് കുറച്ചുകൂടി കൊഴുപ്പിലൊക്കെ കിട്ടും എന്നോർത്ത് ഞാൻ സ്പിനാച്ച് ആഡ് ചെയ്ത് ഒരു വിസിലും കൂടെ അടുപ്പിച്ച് ഒന്ന് നോക്കാം എന്നോർത്തു ശരിയായി വരുമോ എന്ന്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാമല്ലോ എന്നൊക്കെ ഓർത്തു. എന്താവെന്ന് അറിയില്ല, അതും അവിടെ ഇരിക്കട്ടെ. അങ്ങനെ നമ്മുടെ ഈ ചോറ്റുപാത്രം അതിനിടയ്ക്ക് ഞാൻ ഓർത്തു ബിരിയാണി ബാക്കി ഇരിപ്പില്ലേ, അതങ്ങ് കഴിച്ച് തീർത്തേക്കാന്ന്. വെറുതെ ചീത്തയാക്കി കളയണ്ടല്ലോ. നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു. അത്യാവശ്യം സ്പൈസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ടു. പിന്നെ ഇത് മീൻ വറുക്കാൻ വേണ്ടിയിട്ട് ഒരു ഫുൾ പീസ് മീൻ ഞാൻ തണുപ്പ് പോകാൻ വേണ്ടി വെളിയിൽ വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ കുക്ക്ഡ് ബീട്രൂട്ട്, ഇതൊക്കെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. നമുക്കൊരു ചെറിയൊരു തോരൻ സെറ്റാക്കാം. അതിൻ്റെ കൂടെ ഒരു ക്യാരറ്റും കൂടി ഇടാമെന്ന് ഓർത്തു. ഇത് ഗ്രേറ്റഡ് കോക്കനട്ട്, നമുക്കറിയാമല്ലോ നമുക്ക് ഫ്രോസൺ ആയിട്ടുള്ള ഐറ്റംസ് ഇവിടെ കൂടുതൽ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ തോരനൊക്കെ ചേർക്കാൻ വേണ്ടിയിട്ട് കോക്കനട്ട് ഞാൻ പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട്. ബീട്രൂട്ടും ക്യാരറ്റും ഗ്രേറ്റ് ചെയ്തു. ഇത് ഞാൻ വേറെ പൊടികളും കാര്യങ്ങളും ഒന്നും ചേർക്കൂല, ജസ്റ്റ് കോക്കനട്ട് ഇട്ട് അതൊരു തോരനാക്കി ഇങ്ങെടുക്കും. നമ്മുടെ സാമ്പാർ ഒരു വിസിൽ വന്നിട്ടുണ്ട്, അത് ഞാനങ്ങ് മാറ്റി വെച്ചു. ബീട്രൂട്ട് ഒന്നും കൂടെ ഒന്ന് കുക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്. വൻപയറും സെറ്റായി വന്നു. ബീട്രൂട്ടിൽ കുറച്ച് തേങ്ങയൊക്കെ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വൻപയറിനകത്ത് ചതച്ച മുളക്, തേങ്ങ, മഞ്ഞൾപ്പൊടി ഇത്രയും ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. അപ്പം നമ്മുടെ തോരൻ സെറ്റാവും. പിന്നെ അപ്പം തന്നെ ഞാൻ കുക്കറിൽ ചോറും വെച്ചിട്ടുണ്ട്. നമ്മുടെ തോരനെല്ലാം സെറ്റായി വന്നു. അപ്പോഴത്തേക്ക് ഞാൻ മീൻ കട്ട് ചെയ്ത് അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പുമൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ മുട്ട, ഈ സബോള കണ്ടിട്ട് പേടിക്കണ്ട, ഞാൻ മുന്നേ അരിഞ്ഞ് വെച്ചതിലോട്ട് 2 മുട്ട എടുത്ത് പൊട്ടിച്ചൊഴിച്ചതാണ്. പിന്നെ സബോള ചെറുതാക്കാനൊന്നും ഞാൻ നിന്നില്ല. അങ്ങനെ അതും എന്നിട്ട് ഞാൻ ഇതാ ചോറ്റുപാത്രമൊക്കെ കഴുകിക്കൊണ്ട് വന്നിട്ടുണ്ട്. ഇനി അതിലോട്ട് നമുക്ക് ചോറൊക്കെ വെക്കണം. പിന്നെ മുട്ട പൊരിച്ച് അതേ പാനിലോട്ട് ഞാൻ മീനും ഇട്ടു. അതപ്പോഴത്തേക്കും പെട്ടെന്ന് കുക്കാവും കേട്ടോ ഈ മീൻ. ഇതെന്ത് മീനാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇവിടെ നമ്മുടെ അൽദിന്ന് പോയി മേടിക്കുന്നതാണ് ഈ പാക്കറ്റ് ഫ്രോസൺ മീൻ. കുഴപ്പമൊന്നുമില്ല, വറക്കാനാണ് കുറച്ചും കൂടി നല്ലത്. എന്നാലും ഞാൻ വറക്കുകയും ചെയ്യും, ഇടയ്ക്ക് കറിയൊക്കെ വെക്കും. അപ്പോഴത്തേക്ക് ഞാൻ ഓർത്തു മീൻ വറക്കുന്ന സമയം കൊണ്ടെന്നാൽ ചോറ്റുപാത്രം അങ്ങ് സെറ്റ് ചെയ്താലോ എന്ന്. അപ്പോൾ കുറച്ച് ആവശ്യത്തിന് ചോറൊക്കെ എടുത്തു, അതിലോട്ട് കുറച്ച് ഉപ്പിട്ടു. പിന്നെ നമ്മുടെ തോരനൊക്കെ ഓരോന്നെടുത്ത് സൈഡിലോട്ട് അങ്ങ് വെക്കുന്നുണ്ട്. അപ്പോൾ ഈ രാവിലെ ഈ നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞ് വരുന്ന സമയം എന്ന് പറഞ്ഞാൽ നല്ല വിശപ്പോടുകൂടിയാണ് എല്ലാവരും വരുന്നത്. അപ്പോൾ ഞാനും ഷിഫ്റ്റ് കഴിഞ്ഞ് വരുമ്പോൾ രാവിലെ ഭയങ്കര വിശപ്പായിരിക്കും. എന്നിട്ട് അത്യാവശ്യം കുളിച്ച് കഴിച്ചിട്ടൊക്കെ ആയിരിക്കും നമ്മൾ പിന്നെ ഉറങ്ങാനൊക്കെ കിടക്കുന്നത്. അപ്പം ഞാൻ പയറുതോരനും വെച്ചു, അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ബീട്രൂട്ട് തോരനും സൈഡിലായിട്ട് വെക്കുന്നുണ്ട്. ഇങ്ങനെ ഇടയ്ക്ക് ഞാൻ ചെയ്യുന്ന കേട്ടോ. ഇന്നിപ്പോൾ ഞാനിവിടെ തന്ന പിന്നെ ഒരു വീഡിയോ ഒക്കെ അങ്ങ് എടുക്കാമെന്ന്. പിന്നെ ചോറിൻ്റെ സൈഡിലായിട്ട് കുറച്ച് ഗാർലിക് അച്ചാറും കൂടെ വെച്ചിട്ടുണ്ട്. അച്ചാർ പിന്നെ എല്ലാവർക്കും ഇഷ്ടമായിരിക്കുമല്ലോ ചോറിൻ്റെ കൂടെയൊക്കെ. അപ്പോൾ ഞാനോർത്തു ഇതങ്ങ് അടച്ച് സെറ്റ് ചെയ്ത് വെച്ചേക്കാന്ന്. മീൻ വറുത്തതായിട്ടില്ല, ആകുമ്പോൾ അതും കൂടെ ആക്കി വയ്ക്കാമെന്ന് ഓർത്തു. ഇത് നല്ലൊരു ചോറ്റുപാത്രം കേട്ടോ, അത്യാവശ്യം ക്വാണ്ടിറ്റിയൊക്കെ കൊള്ളുന്ന ഒരു പാത്രമാണിത്. പിന്നെ മീൻ വറുത്ത് വന്നപ്പോൾ അതും വെച്ചു, മുട്ടയും വെച്ചു. അപ്പോഴത്തേക്കും അച്ചാറിൻ്റെ അടപ്പിൽ പറ്റിപ്പോയി. എന്നാലും കുഴപ്പമൊന്നുമില്ല. വീണ്ടും അതേപോലെ ഞാൻ അടച്ച് വെച്ചിട്ടുണ്ട് അവിടെ. ഇപ്പോൾ ഏകദേശം വരാൻ ടൈമായി. ഞാനിത് സെറ്റ് ചെയ്ത് 10 മിനിറ്റ് ആയപ്പോൾ തന്നെ ആൾ വന്നു. പിന്നെ ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കണ്ടല്ലോ, അത് ആ പാത്രം കാലിയാക്കിയിട്ടുണ്ട്. പിന്നെ റിയാക്ഷൻ വീഡിയോ ഒന്നും എടുക്കാൻ ഞാൻ നിന്നില്ല. പിന്നെ കുറച്ച് ചോറെടുത്ത് ഞാനും ഉണ്ടു. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ.